അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് തൊഷോഗു ഷ്രൈനിലേക്കാണ് പോകുന്നത്. ജപ്പാനിലെ എല്ലാ ഷിൻഡോ ദേവാലയങ്ങളിലും മുന്നിലായി കാണുന്ന രൂപമാണ് ഈ ടോറി ഗേറ്റ്. ഇവരുടെ വിശ്വാസപ്രകാരം ഈ ഗേറ്റാണ് തിന്മയെ തടഞ്ഞ് ഈ ക്ഷേത്രഭൂമിയെ വിശുദ്ധമാക്കുന്നത്. നമ്മുടെ പുറകിലായിട്ട് കാണുന്നതാണ് തൊഷോഗു ഷ്രൈൻ. അപ്പോൾ ഈ തൊഷോഗു ഷ്രൈനിന് ഒരു ചരിത്രമുണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1600 മുന്നേ ജപ്പാനിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളും ഓരോ രാജവംശക്കാരുമായിരുന്നു. ക്ലാൻ, മക്കാട്ടോ, തോക്കുഗവ. അപ്പോൾ ഒരുപാട് സിവിൽ വാറുകളും അതിൻ്റെ ഫലമായിട്ടുണ്ടായിരുന്നു. ആ സിവിൽ വാറുകളിൽ നിന്നെല്ലാം എല്ലാവരെയും കീഴടക്കി ഒരു മിലിറ്ററി റൂള് ജപ്പാനിൽ 1600 മുതൽ 1868 വരെ സ്ഥാപിച്ച തോക്കുഗാവ ഷോഗുണേറ്റ് എന്ന് പറയുന്ന മിലിറ്ററി റൂളിൻ്റെ സ്ഥാപകൻ തോക്കുഗാവ ഇയാസുവിൻ്റെ ടെമ്പിളാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ജപ്പാനിലൊരു ഒരു പ്രത്യേക രീതിയുണ്ട്. ഇവിടെ എംപറർ സമാനമാണ്. അതുപോലെ തന്നെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ കുടിയിരുത്തി ഇവർ ക്ഷേത്രം പണിയുകയും ചെയ്യും. ആ ക്ഷേത്രമാണ് നമ്മൾ പുറകിൽ കണ്ടത്. അദ്ദേഹം ഇവിടെ തോഷോ ദൈഗോഞ്ചിൻ എന്ന പേരിൽ പ്രതിഷ്ഠയായിട്ട് ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മൗസോളിയവും ഇതിൻ്റെ പുറകിലായിട്ട് കാണാം നമുക്ക്. കാണാത്ത ആനയെ സങ്കല്പത്തിൽ കൊത്തിയെടുത്ത ശില്പിയും സ്പീക്ക് നോ ഈവിൽ, ഹിയർ നോ ഈവിൽ, സീ നോ ഈവിൽ എന്ന തടിയിൽ കൊത്തിയെടുത്ത ശില്പവും തൊഷോഗു ഷ്രൈനിൻ്റെ മഹത്തായ വുഡൻ കാർവിങ്സിൻ്റെ മകുടോദാഹരണങ്ങളാണ്. ജപ്പാനിലെ ക്ഷേത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യാസമാണ് ഈ ക്ഷേത്രം. ഇതിൻ്റെ അലങ്കാര പണികൾ കണ്ടില്ലേ, വളരെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. അതിന് കാരണമുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, തോക്കുഗാവ ഇയാസു അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണിത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറുമകനായ തോക്കുഗ യെമിത്സു ആണ് ഈ രീതിയിൽ വളരെ ലാവിഷായിട്ട് അലങ്കാരം എല്ലാം ചെയ്ത് ഡെക്കറേഷൻ എല്ലാം ചെയ്ത് ഇത് നിർമ്മിച്ചത്. ഇതിൻ്റെ പുറകിലായിട്ട് കാണുന്നതാണ് ദ ഗ്രേറ്റ് ലോർഡ് തോക്കുഗാവ ലെയാസുൻ്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം. അപ്പോൾ നിക്കോയിലെ ഏറ്റവും പ്രസിദ്ധമായ വേൾഡ് ഹെറിറ്റേജുകളിൽ ഒന്നായ തൊഷോഗു ഷ്രൈൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ തൊഷോഗു ഷ്രൈനിന് ശേഷം അടുത്ത സ്ഥലത്തോട്ടാണ് നീങ്ങുന്നത്. തൊഷോഗു ഷ്രൈനിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മൾ പോകുന്നത് തോക്കുഗ ഷോഗുണേറ്റിലെ 3ാമത്തെ ഭരണാധികാരിയായ തോക്കുഗാവ യെമിത്സുവിൻ്റെ ടെമ്പിളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ടോംബും എല്ലാം കാണുന്നതിന് വേണ്ടിയാണ്. തെയ്യൂൺ ടെമ്പിളിൻ്റെ പ്രധാന കവാടത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നിയോമോൺ ഗേറ്റ് എന്നാണ് ഇതറിയപ്പെടുന്നത്. മസ്കുലർ രൂപത്തിലുള്ള മിഷ്കിനും നരേനുമാണ് ഈ ടെമ്പിളിൻ്റെ പ്രധാന ഗാർഡിയൻസ്. അകത്തേക്ക് കടന്നാൽ അതിവിശാലമായ അങ്കണവും സേക്രഡായ എവർഗ്രീൻ അംബ്രല പൈൻ ട്രീയും ആർഭാടപൂർവ്വം അണിയിച്ചൊരുക്കിയിരിക്കുന്ന നിൻഡെമോൺ കവാടവും കാണാം. മലമുകളിൽ നിന്ന് വരുന്ന നാച്ചുറൽ സ്പ്രിംഗിലെ ജലം ശരീരശുദ്ധി വരുത്താൻ ഉപയോഗിക്കാം നമുക്ക്. ഈ 2ാമത്തെ കവാടം അറിയപ്പെടുന്നത് നിൻഡെമോൺ ഗേറ്റ് എന്നാണ്. വളരെ മനോഹരമായ തൊഷോഗു ഷ്രൈനിൽ നിന്ന് അല്പം കൂടി മോഡേൺ ആണ് ഇവിടുത്തെ കാർവിങ്സ് എല്ലാം. തൊഷോഗു ഷ്രൈനിൻ്റെ ആകെ ഒരു ഗോൾഡൻ കളർ ആയിരുന്നെങ്കിൽ ഇവിടെ വെർമിലോൺ ആണ് കൂടുതലും കാണാൻ കഴിയുക. തോക്കുഗാവ ഷോഗുണേറ്റിൻ്റെ സ്ഥാപകൻ ഇയാസുവിൻ്റെ ചെറുമകന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ടെമ്പിൾ അതിമനോഹരം എന്ന് മാത്രമേ പറയാൻ കഴിയൂ.
4 യേശ സ്പിരിറ്റുകൾ ഗാർഡ് ചെയ്യുന്ന അതിമനോഹരമായ എഷമോൻ ഗേറ്റാണ് ഈ ടോംബിൻ്റെ അവസാന കവാടം. എഷമോൻ്റെ കഥ വായിക്കുമ്പോൾ അത് ഹിന്ദു പുരാണത്തിലെ യക്ഷൻ്റെ കഥയാണോ എന്ന് എനിക്ക് സംശയം തോന്നുന്നുണ്ട്. ഇതിനകത്താണ് പ്രയർ ഹാൾ. വീഡിയോഗ്രാഫി അലൗഡ് അല്ലാത്തതിനാൽ ഞാൻ അകത്തേക്ക് കടക്കുന്നില്ല. അതിമനോഹരമായ ക്ഷേത്രം തന്നെയാണ് തോക്കുഗവ എമിറ്റ്സുവിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ക്ഷേത്രാങ്കണം പോലെ തന്നെയാണ് ഇവിടെയെല്ലാം കാണാൻ. ഇവിടെയാണ് തോക്കുഗവ ഷോഗുൻ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ജപ്പാൻ്റെ ചരിത്രത്തിൽ കൂടി ഒരു യാത്ര. കണ്ണിൻ്റെ മുന്നിലൂടെ ചരിത്രം നടന്നു പോകുന്ന ഒരു ഫീൽ അല്ലേ? ഈ കാണുന്ന കോമ്പൗണ്ടിനകത്ത് ഒരു ചെറിയ ക്ഷേത്രം, റോക്കിൻ ടെമ്പിൾ എന്നാണ് അറിയപ്പെടുന്നത്, ഒരു റെസിഡൻസും കാണാം. തോക്കുഗവ എമിറ്റ്സുവിൻ്റെ പ്രധാന പരിചാരകനായ കജി സതോഷി ആണ് ഇവിടെ താമസിച്ചിരുന്നത്. സാധാരണ ഷോഗുൻ മരിച്ചാൽ പരിചാരകനും ആത്മഹത്യ ചെയ്യുന്നതായിരുന്നു അന്നത്തെ രീതിയെങ്കിലും ഇദ്ദേഹം മരിക്കാതെ അദ്ദേഹത്തിൻ്റെ നോർമൽ ഡെത്ത് വരെ ഷോഗുൻ്റെ ടോംബിൽ ആഹാരം പാചകം ചെയ്ത് കൊണ്ടുവച്ചുകൊണ്ടിരുന്നു. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന കഥകൾ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണിത്. തോക്കുഗവ എമിറ്റ്സുവിൻ്റെ കാലത്താണ് ഈ ചുറ്റും കാണുന്ന 2 ലക്ഷത്തോളം സീഡർ ട്രീ വച്ചുപിടിപ്പിച്ചതെന്നും ഞാൻ ഇവിടുത്തെ നെയിം പ്ലേറ്റുകളിൽ നിന്ന് വായിച്ചെടുത്തു. ഏകദേശം 12,500ഓളം ഇപ്പോഴും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓക്കെ, തോക്കുഗവ ഷോഗുനേറ്റ് എന്ന് പറയുന്ന മിലിറ്ററി റൂളിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാനിപ്പോൾ ഇറങ്ങുകയാണ്. ഞാൻ പോകുന്നത് കാൻമാങ്ക ഫുജി അബിസേസ് എന്ന് പറയുന്ന നിക്കോയിലെ ഒരു സ്ഥലത്തെ ഭാഗത്താണ്. അപ്പോൾ കണ്ടല്ലോ സ്ഥലം, ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടല്ലോ. അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതൊരു ഗോർജാണ്. മൗണ്ട് നന്ദായ് എന്ന് പറയുന്ന ആ പർവ്വതം പൊട്ടിത്തെറിച്ചപ്പോൾ ഉണ്ടായ ഗോർജാണ്. ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിരന്നിരിക്കുന്ന ജിസോവിൻ്റെ, അതായത് ജിസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധിസത്വ സ്വരൂപം എന്ന് പറയും. ജിസോയുടെ സ്റ്റാച്ചു ആണ്. അപ്പോൾ ഈ ജിസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദേവതയാണ്, ദൈവമാണ്. മെയിനായിട്ട് യാത്രികരെയും എന്താ പറയുക, കുട്ടികളെയും സ്ത്രീകളെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ദൈവമാണ്. അപ്പോൾ ഈ ജിസോവിൻ്റെ സ്റ്റാച്ചുവിന് വേറെ ഒരു പ്രത്യേകത ഉണ്ട്. ഇതിനെ ബേക്ക് സ്റ്റാച്ചു അല്ലെങ്കിൽ ഗോസ്റ്റ് സ്റ്റാച്ചു എന്നൊക്കെ വിളിക്കും. ഈ ഗോസ്റ്റ് സ്റ്റാച്ചു എന്ന് വിളിക്കുന്നത് എന്തിനെന്നറിയാമോ? ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇത് 70ഓളം സ്റ്റാച്ചു ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ആർക്കും ഉറപ്പില്ല. കാര്യം ഒരു സൈഡിൽ നിന്ന് എണ്ണി തുടങ്ങിയിട്ട് തിരിച്ച് നമ്മൾ വീണ്ടും എണ്ണി തുടങ്ങുമ്പോഴത്തേക്ക് കൗണ്ട് തെറ്റും. ചിലപ്പോൾ 46 ആയിരിക്കും, ചിലപ്പോൾ 56 ആയിരിക്കും, ചിലപ്പോൾ 70 ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ ഗോസ്റ്റ് സ്റ്റാച്ചു എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അധികം ദൂരമില്ലല്ലോ, അപ്പോൾ ഒന്ന് എണ്ണി നോക്കണം. ഫുജി അബിസേസും ഞാൻ കണ്ടു. വളരെ നല്ല സ്ഥലം, വളരെ നല്ല കാഴ്ചകൾ. അപ്പോൾ എൻ്റെ നിക്കോ ട്രിപ്പ് വളരെയധികം സക്സസ് ആയിരുന്നു. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഒരുപാട് കാഴ്ചകൾ കണ്ടു ഞാൻ. ഇത് അവസാനത്തെ കാഴ്ചയാണ് കാൻമാങ്ക ഫുജി അബിസേസ് എന്ന് പറയുന്ന ഈ സ്ഥലം. നല്ലൊരു സ്ഥലം കേട്ടോ, ഒരു ഗോർജാണ്. അതുപോലെ തന്നെ ഇത് ഒരു അഗ്നിപർവ്വതം പൊട്ടി തെറിച്ചപ്പോൾ രൂപം കൊണ്ട ഒരു സ്ഥലമാണ്. എന്ത് നല്ല കാഴ്ചകളാണെന്നറിയാം. എണ്ണി നോക്കി കേട്ടോ, ഞാൻ എണ്ണി നോക്കിയിട്ട് ഒരു രക്ഷയില്ല. ചില സമയത്ത് 65 വരുന്നു, ചില സമയത്ത് 66 വരുന്നു, ഒരു നിവൃത്തിയില്ല. ഓക്കെ, അപ്പം ഇവർ പറഞ്ഞത് കറക്റ്റാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അല്ലേ ഇനി എൻ്റെ കൗണ്ട് തെറ്റിപ്പോയതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, തുണി ഇങ്ങനെ കിടക്കുന്നു, കളറ്, പിന്നെ ചിലതിൽ സ്റ്റാച്ചു ഇല്ല, കല്ല് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം കൂട്ടണോ, അതെല്ലാം കൂട്ടണ്ടേ, അങ്ങനെയൊക്കെ ഡൗട്ടായി. ഓക്കെ, എനിവേ എന്തായാലും വളരെ നല്ല കാഴ്ചകൾ, വളരെ നല്ല ദിവസം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് കാൻമാങ്ക ഫുജി കണ്ടു. ഇനി അത് അടുത്തത് നേരെ
തോബു നിക്കോ റെയിൽവേ സ്റ്റേഷനിലോട്ട്. അവിടെ നിന്ന് പിന്നെ തുച്ചിഗിയിൽ നിന്ന് ഒയാമയിൽ നിന്ന് മിത്തോ എന്ന് ഹിറ്റാച്ചി. വളരെ നീണ്ടൊരു യാത്രയായിരിക്കും, 4 മണിക്കൂർ. ഓക്കെ, അപ്പോൾ നിക്കോയിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു.